യെസ്. ഹായ്, ഞാൻ ഓഡിബിൾ ആണോ? ഓക്കെ. യെസ് പൃഥ്വിരാജ്, ഹായ്. ഞാൻ ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ? ആ, ഇല്ല, ഇപ്പോഴുണ്ട്. യെസ്. എക്കോ ഒന്നുമില്ലല്ലോ? പ്രോപ്പറായിട്ട് നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലേ? വോയിസ് ക്ലിയർ ആണോ? യെസ് ഹരീഷ്മ, ഹായ്. ഓക്കെ, നോ എക്കോ. യെസ്, ഓക്കെ ആണ്. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും യെസ്, നളന്ദ, ഹരീഷ്മ, സ്റ്റോൺ. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ SCRT എന്ന് പറയുന്ന പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇവിടെ നിങ്ങളൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. SCRT എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് SCRT മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ തന്നെ സയൻസ്, ഈ രണ്ട് സബ്ജക്റ്റുകൾ പഠിക്കാൻ PSC റെലവൻ്റ് ആയിട്ട് പഠിക്കാൻ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് SCRT ആണ്. അത് നമ്മുടെ 10th ലെവൽ എക്സാമിനേഷൻ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം ആയാലും ഈ എല്ലാ എക്സാമുകൾക്കും പൊതുവായിട്ട് സയൻസ് സബ്ജക്റ്റ്, എസ്പെഷ്യലി ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ലൈഫ് സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ ഏറ്റവും നല്ല സോഴ്സ് SCRT ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ റാങ്ക് ഫയലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ PSC വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് SCRTയിൽ നിന്നുകൊണ്ട് മാത്രമാണ് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം ആ സബ്ജക്റ്റുകൾ ആ രൂപത്തിൽ പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, UPSC റാങ്കറിൽ NCERT ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അവിടെ NCERT ആണ്, ഇവിടെ SCRT ആണ്. PSC ലെവലിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഈ SCRT ക്ലാസ്സുകൾ എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി ഓഫ് എക്സാമിനേഷനും, അതായത് 10th ലെവലിനും ഡിഗ്രി ലെവലിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ പാർട്ട് 10th ലെവലിലേക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പാർട്ട് മാത്രം കണ്ടാൽ മതിയാവും. ആദ്യത്തെ 2 പാർട്ടുകൾ കണ്ടാൽ മതിയായിരിക്കും. ഡിഗ്രി ലെവലിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പം ഇത്തരം ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങളും കൂടെ അഡ്രസ്സ് ചെയ്ത് പ്രോബ്ലം സോൾവിംഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കുറച്ചുകൂടെ വരുന്ന, അതായത് 3rd പാർട്ടിലേക്ക് വരുന്ന സമയത്ത്. അത് ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു പാർട്ടും കൂടെ കാണുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്ത് കണ്ടാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് എന്തുകൊണ്ട് ഈ SCRT പഠിക്കണം എന്നുള്ളത് നോക്കാം. കോമൺ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ 10th ക്ലാസ്സിൻ്റെ സിലബസ് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്കമിംഗ് ആയിട്ടുള്ള ബേവ്കോ വരുന്നുണ്ട്, അതുപോലെ തന്നെ VFO, ഓക്കെ, അതുപോലെ തന്നെ LDC എക്സാമുകൾക്ക് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ കോമൺ ആയിട്ടുള്ള സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫിസിക്കൽ സയൻസിന് 10 മാർക്ക് വരുന്നുണ്ട്. ഫിസിക്കൽ സയൻസിന് 10 മാർക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത്, ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദ്രവ്യവും പിണ്ഡവും അതവിടെ ഇരിക്കട്ടെ, അതല്ലാതെ പ്രവൃത്തിയും ഊർജ്ജവും വരുന്നുണ്ട്. ഓക്കെ, പ്രവൃത്തിയും ഊർജ്ജവും വരുന്നുണ്ട്. അതുപോലെ തന്നെ ശബ്ദവും പ്രകാശവും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും. ഇത്രയും കാര്യങ്ങൾ 10th ലെവൽ PSC എക്സാമിനേഷനിൽ പൊതുവായിട്ട് ഫിസിക്സിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ദ്രവ്യവും പിണ്ഡവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ഓക്കെ, ഇതും വരുന്നുണ്ട്. പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ഈ 4 ഏരിയ നിങ്ങൾ നോക്കുക. പ്രവൃത്തിയും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും, അതുപോലെ തന്നെ ചലന നിയമങ്ങൾ അല്ലെങ്കിൽ ചലനം, അതുപോലെ തന്നെ ശബ്ദവും പ്രകാശവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് 10th ലെവൽ എക്സാമുകൾക്ക് കോമൺ ആയിട്ട് വേണ്ടതാണ്. ഇനി ഡിഗ്രി ലെവൽ എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും മോഷൻ, ചലനങ്ങൾ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, 3rd പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഓരോ ടോപ്പിക്കിൻ്റെയും 3rd പാർട്ടിലേക്ക് വരുന്ന സമയത്ത് അത് ഡിഗ്രി ലെവലിന് സ്പെസിഫിക് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇതിനടുത്തത് ലൈറ്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് വരുന്നുണ്ട്. അവിടെ നമുക്ക് സൗണ്ട് വേവ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ഫോഴ്സ്, ഓക്കെ, ഫോഴ്സ് വരുന്നുണ്ട്, ഗ്രാവിറ്റേഷൻ വരുന്നുണ്ട്. ഇവിടെ ഞാൻ 2 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇത് കൂടാതെ പ്രവൃത്തിയും ഊർജ്ജവും, ഓക്കെ, അതായത് എനർജി, വർക്ക്, ഇതൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും വരുന്നുണ്ട്. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, രണ്ടിനും പൊതുവായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ ഏത് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യണമെങ്കിലും, ഇനി PSC എക്സാമിനേഷൻ ആണെങ്കിലും ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കോമൺ ആയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്ലാസ് 9 ആണ്. ഓക്കെ, ക്ലാസ് 9 SCRT ആണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ ആ പാർട്ട് 1ൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നാണ്.
ഓക്കെ, അപവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പം ലൈറ്റിൻ്റെ റിഫ്രാക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചലന സമവാക്യങ്ങൾ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ വരുന്നുണ്ട്, ഗുരുത്വാകർഷണം വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ക്ലാസ് 9 ഫിസിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതായിരിക്കും ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് വർക്ക് എനർജി വരുന്നുണ്ട്, ബുയാൻ ഫോഴ്സ്. ഓക്കെ, ബുയാൻ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പൊങ്ങിക്കിടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബുയാൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ആർക്കിമിഡീസ് തത്വം, പ്ലവന തത്വം എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്, ന്യൂ SCRT ആണ്. ഓക്കെ, പുതിയ SCRT ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൗണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ സിലബസിൽ കണ്ട അതേ കാര്യം തന്നെയാണ്. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിച്ചു പോവാണ്. സിലബസിലുള്ള അതേ കണ്ടന്റുകൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 2 എക്സാമുകൾക്കും ഡിഗ്രി ലെവലായാലും 10th ലെവലായാലും ഇത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രോ ആയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, പ്രീവിയസ് ഇയറിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 10th ലെവലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻസ് എക്സാമിനേഷനൊക്കെ എടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ക്വസ്റ്റ്യൻസ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഭാഗങ്ങളിൽ നിന്ന് മാത്രം വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യം പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം അതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ലോ ഓഫ് ഇനേർഷ്യ, ന്യൂട്ടന്റെ ചലന നിയമത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? കാരണം ഈ പറയുന്ന 42ാമത്തെ ക്വസ്റ്റ്യനും 43ാമത്തെ ക്വസ്റ്റ്യനും സെയിം തന്നെയാണ് സത്യത്തിൽ. ഓക്കെ, പ്രകാശരശ്മി പ്രിസത്തിലൂടെ കടന്നു പോകുന്ന അതേ എഫക്റ്റ് തന്നെയാണ് മഴവില്ല് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും കാരണമായിട്ട് വരുന്നത്. ദെൻ അടുത്തതാണ് ചലന നിയമവുമായിട്ട് അല്ലെങ്കിൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവേഗമാറ്റം. ഓക്കെ, പ്രവേഗമാറ്റത്തിൽ വരുന്ന ചേഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നിരക്കിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ബലത്തിൻ്റെ യൂണിറ്റ്. ഓക്കെ, ബലത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ 10th ലെവലിലും ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണിത്. ഓക്കെ, പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ജലത്തിൻ്റെ സാന്ദ്രത വെച്ചുകൊണ്ട് 2 പാക്കറ്റുകളും ജലത്തിലിട്ട് കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കോ ഇല്ല എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുയാൻ ഫോഴ്സ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, പ്ലവന തത്വമൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തത് വീണ്ടും ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം, കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെയായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. 10 മാർക്കാണെങ്കിലും ചില ഏരിയാസിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതേ ഏരിയ നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള കംപ്ലീറ്റ് മാർക്ക് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, കാര്യങ്ങൾ, ക്ലാസ്സിൻ്റെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളായിരിക്കും നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഇതിൽ ആദ്യം പറയുന്നത് ലൈറ്റ്. ഓക്കെ, ലൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രകാശം എന്ന് പറയുന്നതാണ്. പ്രകാശത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയാണ് അത് സാധാരണ നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. പ്രകാശം നോർമൽ കേസിൽ നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അതല്ലാതെ ചില എക്സ്ട്രാ കേസസിൽ അല്ലെങ്കിൽ ചില എക്സ്ട്രാ ഓർഡിനറി കേസസിൽ പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ തമോഗർത്തത്തിൻ്റെ അടുത്തൂടെയൊക്കെ പ്രകാശം പോവുകയാണെങ്കിൽ അത് വളഞ്ഞ് സഞ്ചരിക്കാറുണ്ട്. അതൊരു എക്സ്ട്രാ ഓർഡിനറി കേസാണ്. അത്രയും ശക്തമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ടാകുന്ന സമയത്ത് മാത്രമാണ് പ്രകാശം അതുപോലെ വളഞ്ഞ് സഞ്ചരിക്കാറുള്ളത്. ഓക്കെ, അതല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയാണ് അത് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇനി അടുത്തത്, ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് ആ വസ്തുവിൽ പ്രകാശം തട്ടിയതിന് ശേഷം തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന സമയത്താണ് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത്. ഞാൻ ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. അപ്പം ഒരു വസ്തുവിൽ പ്രകാശം തട്ടിയിട്ട് ആ വസ്തുവിൽ നിന്ന് ഏത് പ്രകാശമാണോ തിരിച്ചു വരുന്നത് ആ പ്രകാശത്തിലായിരിക്കും അല്ലെങ്കിൽ ആ നിറത്തിലായിരിക്കും ആ ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത്. പല സമയത്തും പല വസ്തുക്കളും പ്രകാശത്തിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കാണാറുണ്ട്, മഴവില്ലിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർണ്ണങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അത് ലൈക്ക് സാധാരണ നമ്മൾ അതിനെ വിബ്ജിയോർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞിട്ട് വിബ്ജിയോർ എന്നുള്ള പേരിൽ നമ്മൾ അതിനെ സാധാരണ വിളിക്കാറുണ്ട്. അപ്പോൾ 7 വർണ്ണങ്ങളായിട്ടാണ് മഴവില്ലിനെ സാധാരണ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ 7 വർണ്ണങ്ങളുണ്ട്. ഈ 7 വർണ്ണങ്ങളും കൂടെ ചേരുന്നതാണ് സാധാരണ നമ്മൾ കാണുന്ന ഒരു വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ 7 നിറങ്ങളും കൂടുന്നതാണ്. അപ്പോൾ ഈ വൈറ്റ് ലൈറ്റിൽ ഈ 7 നിറങ്ങളുണ്ട്.
അപ്പോൾ പല വസ്തുക്കളും ഈ 7 നിറങ്ങളിൽ പല വർണ്ണങ്ങളെയും ആകർഷിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതിനെയും അത് എന്ത് ചെയ്യാറുണ്ട്, അബ്സോർബ് ചെയ്ത് വെക്കാറുണ്ട്. യെസ്, വിബ്ജിയോർ. ഓക്കെ, പലതിനെയും അത് അബ്സോർബ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് റിഫ്ലക്റ്റ് ആയിട്ട്, അത് അബ്സോർബ് ചെയ്യാതെ അതിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രകാശത്തിലായിരിക്കും നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ സർഫസ്, ഓക്കെ, ഈ സർഫസ് നമുക്ക് ഗ്രീൻ ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നോർമൽ ആയിട്ടുള്ള ലൈറ്റ് വന്ന് പതിക്കുന്നുണ്ട്. ഒരു ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് ആ ലൈറ്റിൽ ഗ്രീൻ ലൈറ്റ് ഒഴിച്ച്, പച്ച ലൈറ്റ് ഒഴിച്ച്, ഗ്രീൻ ലൈറ്റ് ഒഴിച്ച് ബാക്കിയുള്ള 6 നിറങ്ങളെയും ഈ സർഫസ് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് പ്രതിഫലിച്ച് വരുന്നത് ഗ്രീൻ ലൈറ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സർഫസ് അല്ലെങ്കിൽ ഈ ഒരു വസ്തുവിനെ നമ്മൾ ഗ്രീൻ ആയിട്ട് കാണുന്നത്. പച്ച നിറത്തിൽ നമ്മൾ കാണാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു പൂവിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് പൂവ് മഞ്ഞ കളറിൽ, യെല്ലോ കളറിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളർ ഒഴികെ ബാക്കി എല്ലാ കളറിനെയും ആ പൂവിൻ്റെ പ്രതലം അബ്സോർബ് ചെയ്യുകയും ഈ പൂവിൽ നിന്ന് പ്രതിഫലിച്ച് വരുന്ന നിറം എന്ന് പറയുന്നത് യെല്ലോ കളർ മാത്രം ആവുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ അതുപോലെ തന്നെ ഈ ഇലകൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് പച്ച കളറിലായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലൈറ്റ് വന്ന് തട്ടുന്ന സമയത്ത് ഈ ഒരു സർഫസ് ഗ്രീൻ കളറിനെ മാത്രമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കളറിനെയും അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഗിരണം ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് പിടിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രതിഫലിച്ച് വരുന്നത് ഈ പറയുന്ന ഗ്രീൻ ലൈറ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഗ്രീൻ കളറിൽ കാണുന്നത്, ബാക്കി യെല്ലോ കളറിൽ. ഓക്കെ, ഇത് യെല്ലോ കളറിൽ കാണാൻ കാരണം ഇവിടെ നിന്ന് വരുന്ന കളർ യെല്ലോ ആയതുകൊണ്ടാണ്, ഇവിടുന്ന് ഗ്രീൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രകാശത്തിനെ കുറിച്ചിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, പ്രകാശം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. പ്രകാശം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. നമ്മളതിനെ പൂർണ്ണാർത്ഥത്തിൽ വേവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രകാശത്തിന് പാർട്ടിക്കിൾ നേച്ചറും അതുപോലെ തന്നെ വേവിൻ്റെ സ്വഭാവമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ ഒരു വസ്തുവിനെ, ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെന്ന്, ഇതൊരു പാർട്ടിക്കിളാണ്. ഓക്കെ, ഇതൊരു പാർട്ടിക്കിളാണ്. ഈ പെന്ന് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളാണ്. എന്നാൽ നമ്മുടെ ലൈറ്റ് അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് അത് വേവ് ആണ്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ആ ശബ്ദം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അത് വേവ് ആണ്. ഓക്കെ, യെസ്. അപ്പം എന്നാൽ പ്രകാശത്തിലേക്ക് വരുന്ന സമയത്ത് പ്രകാശത്തിന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഒരു ലൈറ്റ് പോകുന്ന സമയത്ത് അതിൻ്റെ പാത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച സമയത്ത് പ്രകാശത്തിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പ്രകാശം എന്ന് പറയുന്നത് അതൊരു പാർട്ടിക്കിളുമാണ്, അതുപോലെ തന്നെ ഒരു വേവുമാണ് എന്ന് കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, ഡ്യുവൽ നേച്ചർ വരുന്നുണ്ട്. അപ്പം ഈ 2 സ്വഭാവവും നമ്മുടെ ലൈറ്റിനുണ്ട് എന്നത് കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കും. യെസ്, ഇതിനെയാണ് നമ്മൾ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത്. ചില സമയത്ത് അത് വേവ്സിൻ്റെ സ്വഭാവം കാണിക്കും. വേവ്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ, ഒട്ടും കൺഫ്യൂഷൻ ആവണ്ട. അതുപോലെ തന്നെ ചില സമയത്ത് പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവം കാണിക്കും. കാരണം ഇപ്പം ഞാൻ ഈ ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു ബോൾ ഞാനെടുത്ത് ഒരു പ്രതലത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രതലത്തിൽ തട്ടിയ ശേഷം അത് തിരിച്ചു വരും. കാരണം അത് പാർട്ടിക്കിളാണ്. അപ്പോൾ ഏതൊരു വസ്തുവും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പം പാർട്ടിക്കിളിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതല്ലാതെ ആ ഒരു വസ്തു സഞ്ചരിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രകാശത്തിൻ്റെ സഞ്ചാരം നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു വേവ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. യെസ്, ബ്രോഗ്ലി. ഓക്കെ, ഡി ബ്രോഗ്ലി ഇക്വേഷനൊക്കെ വരുന്നുണ്ട്. അത്രത്തോളം ഡെപ്തിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെ വേവ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രകാശം സഞ്ചരിക്കുന്നത്. ഈ വേവ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് പ്രകാശത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്ത ആളുകൾക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു പ്രകാശം അതിൻ്റെ വേഗത സാധാരണ നമ്മൾ പറയാറുണ്ട് 3 × 10⁸ എന്ന് പറയാറുണ്ട്. 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഒരു പ്രകാശത്തിൻ്റെ വേഗത എന്ന് നമ്മൾ പറയാറുണ്ട്. അത്രയും ഫാസ്റ്റായിട്ടാണ് പ്രകാശം സഞ്ചരിക്കാറുള്ളത്. എന്നാൽ പ്രകാശത്തിൻ്റെ വേഗത എല്ലാ സമയത്തും എല്ലാ മീഡിയത്തിലും സെയിം ആയിരിക്കില്ല. അപ്പം ഞാൻ മീഡിയം എന്നത് ഉദ്ദേശിച്ചത്, ഇപ്പം പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് സാധാരണ ഈ പറയുന്ന 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതും കൂടെ ശ്രദ്ധിക്കണേ, മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന സമയത്താണ്, അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ ശൂന്യതയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് 3 × 10⁸, അതായത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വേഗതയിൽ അതിന് സഞ്ചരിക്കാൻ പറ്റുന്നത്. എന്നാൽ അതേ പ്രകാശത്തിനെ നമ്മൾ വെള്ളത്തിലൂടെ കടത്തിവിടുകയാണ്, അതല്ലെങ്കിൽ ഗ്ലാസ്സിലൂടെ കടത്തിവിടുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രകാശത്തിൻ്റെ വേഗത കുറയുന്നതായിരിക്കും. അപ്പം മീഡിയം മാറുന്നതിനനുസരിച്ച് പ്രകാശം ഏതിലൂടെയാണോ സഞ്ചരിക്കുന്നത് അതിനനുസരിച്ചിട്ട് പ്രകാശത്തിൻ്റെ വേഗത കുറയും. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം.
ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു മീഡിയത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന സമയത്ത്, ഓക്കെ, ഒരു മീഡിയത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന സമയത്ത് ആ മീഡിയത്തിനനുസരിച്ചിട്ട് ആ പ്രകാശത്തിൻ്റെ വേഗത കുറയാൻ സാധ്യതയുണ്ടെന്നല്ല, തീർച്ചയായിട്ടും കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന വേഗത ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ വായുവിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, ആ വേഗത ആയിരിക്കില്ല വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, ആ വേഗത ആയിരിക്കില്ല ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, ആ വേഗതയായിരിക്കില്ല വജ്രത്തിലൂടെ അല്ലെങ്കിൽ ഡയമണ്ടിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന സമയത്ത്. അപ്പോൾ ഓരോന്നിലും പ്രകാശത്തിൻ്റെ വേഗത മാറുന്നുണ്ട് എന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ട് ഈ പ്രകാശത്തിൻ്റെ വേഗത മാറുന്നു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വസ്തുവിൻ്റെയും പ്രകാശ സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ ഞാൻ പറയാം. വായുവിനേക്കാൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കൂടുതലുള്ള വസ്തുവാണ് ജലം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഡെൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് മാസ് ബൈ വോളിയം എന്നതാണ് സത്യത്തിൽ ഡെൻസിറ്റിയുടെ ഒരു അർത്ഥം. മാസ് ബൈ വോളിയം എന്ന് പറയുന്നതാണ്. ഓക്കെ, ബട്ട് ഇവിടെ പ്രകാശ ഡെൻസിറ്റി എന്ന പേരിലാണ് നമ്മൾ അതിനെ പറയുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ള പേരിൽ. ഓക്കെ, യെസ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പം അതിൻ്റെ ഒരു പ്രകാശ സാന്ദ്രത അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത വരുന്നുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പ്രകാശിക സാന്ദ്രതയിലേക്ക് വരുന്ന സമയത്ത് യെസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് വരുന്ന സമയത്ത് വായുവിലൂടെ പ്രകാശത്തിന് വളരെ എളുപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്ര എളുപ്പത്തിൽ ജലത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, കാരണം അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെൻസിറ്റി എന്നുള്ള അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുക. വായുവിനേക്കാൾ കുറച്ചുകൂടി ഡെൻസ് ആണല്ലോ വെള്ളം. അപ്പോൾ അതിലൂടെ സഞ്ചരിക്കാൻ പ്രകാശത്തിന് കുറച്ചും കൂടെ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അതിനേക്കാളും പ്രയാസമാണ് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിനേക്കാളും പ്രയാസമാണ് ഒരു വജ്രത്തിൻ്റെ ഉള്ളിലൂടെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ഒന്ന് ഓർത്ത് വെക്കുക: വായു, ജലം, ഗ്ലാസ്, പിന്നെ വജ്രം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പ്രകാശം സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണ്. വായുവിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ വേഗത വീണ്ടും കുറയും, ജലത്തിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും കുറയും, ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും കുറയും, വജ്രത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത വീണ്ടും കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ശൂന്യതയിലായിരുന്നു ഈ പറയുന്ന 3 × 10⁸ പറയുന്നത്. എന്നാൽ വജ്രത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിൽ ചിലപ്പം ഒരുപാട് കുറവ് വന്നേക്കാം. ഒരു 2.5 × 10⁸ ഒക്കെ ആയിരിക്കും വജ്രത്തിലൂടെ പോകുന്ന സമയത്ത് പ്രകാശത്തിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് പ്രകാശത്തിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, പ്രകാശത്തിൻ്റെ സ്വഭാവത്തിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, യെസ്. ദെൻ അടുത്തത് ബയോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓവർലാപ്പ് ചെയ്തു വരുന്ന ഒരു ഏരിയയാണ്. എന്നിരുന്നാലും ഈ ഒരു കാര്യം നമ്മൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ബയോളജി പഠിക്കുന്ന സമയത്തായിരിക്കും പഠിക്കുന്നത്. ഇപ്പം നമ്മളൊരു വസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വസ്തുവിൽ പ്രകാശം തട്ടി അത് തിരിച്ചു വന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന സമയത്താണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏതൊരു വസ്തുവിൽ നിന്നും പ്രകാശം വരുന്ന സമയത്ത് അത് നമ്മുടെ ഐറിസിലൂടെ, ലെൻസിലൂടെ കടന്നു വന്നിട്ട് നമ്മുടെ ഈ ഒരു ഒപ്റ്റിക്കൽ നെർവിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് വന്ന് തടയുന്നുണ്ട്. റെറ്റിനയുടെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് അത് വന്ന് തടയുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അത് തടയുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആയിട്ടായിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തല കുത്തനെയായിരിക്കും. ഈ ഒബ്ജക്റ്റ് ഇവിടെ നേരെയാണ് എന്നുണ്ടെങ്കിൽ തല കുത്തനെയായിട്ടായിരിക്കും ഏതൊരു വസ്തുവിനെയും നമ്മുടെ കണ്ണിൽ വന്ന് പതിയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ആ തല കുത്തനെയായിട്ടായിരിക്കും നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത്. അതിന് പിന്നീട് നമ്മുടെ ബ്രെയിനാണ് അതിനെ റിയൽ ഇമേജ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്നിവിടെ പറഞ്ഞെന്ന് മാത്രം. ഇനി പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പെണ്ണ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഈ പെണ്ണ് ചിലപ്പോൾ നിങ്ങൾക്ക് വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നാം. ഓക്കെ, ഈ പെണ്ണ് വളയുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഓക്കെ, ആക്ച്വലി ഈ പെണ്ണ് നേരെയാണ്, ബട്ട് ഇത് ഞാൻ സ്പീഡിൽ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഈ പെണ്ണ് വളയുന്ന പോലത്തെ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വീഡിയോക്ക് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ലോനെസ് ഉണ്ടെങ്കിൽ ആ പെണ്ണ് അങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കയറിൻ്റെ സ്വഭാവത്തിൽ ആ പെണ്ണ് നിൽക്കുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. യെസ്, ഓക്കെ. അപ്പോൾ അതിനെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നേരെ നിൽക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ വളഞ്ഞതായിട്ട് അല്ലെങ്കിൽ ഇളകുന്ന രൂപത്തിൽ കാണുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് അടുത്ത ഒബ്ജക്റ്റിനെ നമ്മുടെ മൈൻഡ് റീഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രെയിൻ പ്രോസസ്സ് ചെയ്യണം. നമ്മുടെ കണ്ണിലേക്ക് ഒരു വസ്തു വന്ന് ഒരു ലൈറ്റ് വന്ന് പതിച്ചതിന് ശേഷം നമ്മുടെ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഇമേജ് നമുക്ക് വിഷ്വലൈസ് ചെയ്തെടുക്കാൻ ഏകദേശം 1/16 സെക്കൻഡ് ആവശ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.0625 സെക്കൻഡ് നമുക്ക് ആവശ്യമുണ്ട്.
അപ്പോൾ അത്രയും സമയം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു കാര്യത്തിന് നമുക്ക് നോക്കിയിട്ട് അത് ഇമേജ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ആക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ പതുക്കെ ഞാൻ ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 16-ലധികം തവണ ഞാൻ ഇങ്ങനെ ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് സോളിഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഞാൻ ഇതിനെങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് ഓക്കെ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യുന്നതായിരിക്കും, ആടുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് സ്പീഡ് കൂട്ടി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരുപാട് സ്പീഡ് കൂട്ടിയ സമയത്ത് ഒരു സെക്കൻഡിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തവണ ഞാൻ ഇത് ഇളക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നിലധികം പേനയൊക്കെ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഓക്കെ, എൻ്റെ കയ്യിൽ ഒന്നിലധികം പേന ഇരിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം തവണ ഞാൻ അതിനെന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 16-ലധികം തവണ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വൈബ്രേറ്റ് ചെയ്യിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം പേന എൻ്റെ കയ്യിലിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരേ പേന തന്നെ വളഞ്ഞു പോകുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ ആദ്യത്തെ തവണ ചെയ്ത സമയത്ത് പതുക്കാക്കിയ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, അപ്പം ഒരു സെക്കൻഡിൽ 16-ലധികം ഇമേജസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിനെ ഒരു മൂവിങ് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സാധാരണ മൊബൈലൊക്കെ വാങ്ങുന്ന സമയത്ത്, ക്യാമറയൊക്കെ വാങ്ങുന്ന സമയത്ത് അവിടെ നിങ്ങൾ ചിലപ്പോൾ കേൾക്കാറുണ്ടായിരിക്കും ഫ്രെയിംസ് പെർ സെക്കൻഡ്, FPS. ഓക്കെ, ഫ്രെയിംസ് പെർ സെക്കൻഡ്. നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 1080 പിക്സൽ 30 FPS അല്ലെങ്കിൽ 1080 പിക്സൽ 60 FPS എന്നൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ, അതുപോലെ 4K 30 FPS അല്ലെങ്കിൽ 4K 60 FPS എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഈ FPS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറയും. ഫ്രെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇമേജസ് ആണ് ഒരു സെക്കൻഡിൽ നമ്മുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യുന്നത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ നല്ല ഫ്രെയിംസ് പെർ സെക്കൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, നന്നായിട്ട് ഫ്ലോ ചെയ്ത് പോകുന്ന, ഒരു സ്റ്റക്ക് ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് അത് ഫ്ലോ ചെയ്ത് പോകുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും. ഓക്കെ, യെസ്, അതായത് ഒരു 60 FPS ഒക്കെ ആകുന്ന സമയത്ത് ഭയങ്കര സ്മൂത്ത് വീഡിയോ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. എന്നാൽ 30 FPS ആകുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, അത്രത്തോളം ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യില്ല. ആ FPS കുറഞ്ഞിട്ട് ഒരു 16 FPS അതിൽ താഴെയാണെങ്കിൽ പിന്നെ അത് നമുക്ക് മൂവിങ് ഒബ്ജക്റ്റ് ആയിരിക്കില്ല, അതൊരു വീഡിയോ ആയിരിക്കില്ല, കുറേ ഇമേജസ് മാത്രമായിരിക്കും. ഓക്കെ, കുറേ ഇമേജസ് മാത്രമായിരിക്കും. അപ്പം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സിനിമയായാലും, ഇപ്പോൾ സിനിമയിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഫിലിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഫിലിംസിൽ ഒരുപാട് ഇമേജസ് ഉണ്ടായിരുന്നു. ആ ഇമേജസ് പെട്ടെന്ന് പ്രൊജക്ടറിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ഒരുപാട് ഇമേജ് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് അത് ചലിക്കുന്ന പോലെ ഫീൽ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു സത്യത്തിൽ സിനിമകളുടെ അല്ലെങ്കിൽ ഫിലിംസിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിനിമകൾ എന്ന് പറയുന്നതും ഇത്തരം ഫ്രെയിംസ് പെർ സെക്കൻഡിൽ, യെസ്, സ്ലോ മോഷൻ സീൻസിലൊക്കെ നമുക്ക് കൂടുതൽ FPS വേണ്ടി വരും. നന്നായിട്ട് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ആ ഒരു സ്മൂത്ത്നെസ്സിലൊക്കെ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ആവശ്യമായിട്ട് വരും. ഓക്കെ, ദെൻ സിനിമകളിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു പറയുന്ന പ്രകാശത്തിൻ്റെ വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളൊക്കെ അനിംസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അനിമേഷൻസ് അല്ലെങ്കിൽ അനിംസൊക്കെ കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പം ആ അനിംസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഇമേജസ് ചേർത്ത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അതിനെ മൂവിങ് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ അനിംസിലുള്ള ഓരോരുത്തരും ചലിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത് അത്തരം ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമേജസ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന സമയത്താണ്. അത് ഓരോന്നും അവർ വരച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ആരെങ്കിലും ലൈക്ക് അനിം ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയോ, ലൈക്ക് ഡീമൺ സ്ലെയർ, നറൂട്ടോ, ഓക്കെ, അതല്ലെങ്കിൽ ബ്ലീച്ച്, വൺ പീസ്. ഓക്കെ, യെസ്, വൺ പീസ്. ഓക്കെ, ദെൻ ബ്ലാക്ക് ക്ലോവർ, ഡെത്ത് നോട്ട്. ഓക്കെ, സോ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ ഈ പറഞ്ഞ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ, ഇൻക്ലൂഡിങ് വൺ പീസ് ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് വരെ 1000-ലധികം എപ്പിസോഡ് ഉണ്ട്. യെസ്, നറൂട്ടോ 720 എപ്പിസോഡ്. ഓക്കെ, സോ അതെല്ലാം കണ്ടിട്ടുണ്ട്. യെസ്, ബ്ലീച്ച് കണ്ടിട്ടുണ്ട്. ബ്ലീച്ചിൻ്റെ ലൈക്ക് 1000 years ബ്ലഡ് വാർ ആർക്ക്, അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഓൺ ഗോയിങ് ആകുന്നത്. ഓക്കെ, യെസ്, എന്തായാലും നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേരുണ്ട്. യെസ്, അപ്പം ഇനി അടുത്തതാണ് ഫ്ലിപ്പ് ബുക്കുകൾ. അപ്പോൾ ഫ്ലിപ്പ് ബുക്കുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ ഇതുപോലെ ബുക്കുകൾ എടുത്തതിന് ശേഷം പെട്ടെന്ന് അതിങ്ങനെ മറച്ചു നോക്കും. അപ്പോൾ ആ മറച്ചു നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മേഘം എങ്ങനെയാണെങ്കിൽ പതുക്കെ ഈ മേഘം ഇറങ്ങി വരുന്ന പോലെ, ഈ കുട്ടിയുടെ കൈ ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെയൊക്കെയുള്ള ഒരു ഫീൽ നമുക്കുണ്ടാകും. അതിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. സാധാരണ നിങ്ങൾ ഒരു അനിം ഫാൻസിൻ്റെ അടുത്ത് പോയിട്ട് അത് കാർട്ടൂൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് സമ്മതിച്ചു തരില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ കാർട്ടൂൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ടൂൺ വേറെ അനിം വേറെ എന്ന് നമ്മൾ പറയും. ഓക്കെ, കാർട്ടൂൺ വേറെ അനിം വേറെ എന്ന് നമ്മൾ പറയും. ബട്ട് ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സിമിലർ തന്നെയാണ്. അതായത് ജോഗ്രഫിയുടെ ബേസിൽ രണ്ടെണ്ണമായിട്ട് പറയുന്നു എന്ന് മാത്രം. കാർട്ടൂൺസ് എന്ന് പറയുന്നത് സാധാരണ അമേരിക്കയിലുള്ള അനിമേഷൻ ചിത്രങ്ങളെയാണ് നമ്മൾ കാർട്ടൂൺസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാർട്ട്, പെട്ടി എന്നൊക്കെയുള്ള ആ അർത്ഥത്തിൽ നിന്നാണ് കാർട്ടൂൺസ് എന്ന് വരുന്നത്. എന്നാൽ നമ്മുടെ കൊറിയ, ജപ്പാൻ ഈ ഒരു ഈസ്റ്റേൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള അനിമേഷൻസിനെയാണ് നമ്മൾ അനിംസ് എന്ന പേരിൽ പറയുന്നത്. ഓക്കെ,
യെസ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടൂൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, ബട്ട് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ബുക്കുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ കിഡ്സ് കാണുന്നത് കാർട്ടൂൺ, ഞങ്ങളൊക്കെ കാണുന്നത് ആനിം. ഓക്കെ, യെസ്. അപ്പം ഇങ്ങനെ ഫ്ലിപ്പ് ബുക്കുകൾ ഉണ്ടായിരിക്കും. നിങ്ങളത് പെട്ടെന്ന് മറച്ച് നോക്കുന്ന സമയത്ത് അതിൽ ഒബ്ജക്ട്സ് ഒക്കെ മൂവിങ് ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാനൊരു ഇമേജ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ്റെ അപ്ലിക്കേഷൻ വരുന്ന കാര്യങ്ങൾ, ഓക്കെ, ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വരുന്ന അല്ലെങ്കിൽ അതിന് അപ്ലിക്കേഷൻ വരുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം ഈ ഒരു ഇമേജിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി ഇയാളുടെ കയ്യിൽ ഒരൊറ്റ തീപ്പന്തം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ അത് അയാൾ പെട്ടെന്ന് കറക്കുന്ന സമയത്ത് നമുക്കിത് തീയുടെ വളയങ്ങളായിട്ട്, ഒരുപാട് വളയങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫാസ്റ്റായിട്ട് അയാൾ കറക്കുന്ന സമയത്ത് ഇവിടെ ഓരോ സ്ഥലത്തും ഈ തീപ്പന്തം നിൽക്കുന്ന പോലെ നമുക്കത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇവിടെ തീപ്പന്തം കണ്ടപ്പോഴേക്കും അയാൾ ആ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ കറക്കിപ്പോയി. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉള്ളതും നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള തീപ്പന്തവും നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് കാണുന്ന ഒരു ഫീൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് കുറേ തീ വളയങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് വർണ്ണപമ്പരം അല്ലെങ്കിൽ ന്യൂട്ടൺസ് ഡിസ്ക്. ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 7 നിറങ്ങൾ ഒരു ഡിസ്കിൽ എഴുതിയിട്ട് അത് നമ്മൾ പെട്ടെന്ന് കറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വൈറ്റ് കളറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മുടെ ബ്രെയിന് നോക്കുന്ന സമയത്ത് ഈ 7 കളേഴ്സ് നമ്മുടെ ബ്രെയിന് കാണുന്നുണ്ട്. ഓക്കെ, 7 കളേഴ്സ് നമ്മുടെ ബ്രെയിന് കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചധികം കളേഴ്സ് ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പം 7 കളേഴ്സും നമ്മുടെ വിബ്ജിയോർ 7 കളേഴ്സ് നമ്മുടെ ബ്രെയിന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് കറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിട്ട് ഇവിടെ വയലറ്റ് ഉണ്ട്. ഓക്കെ, വയലറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലൂവും ഇൻഡിഗോയും റെഡും ഗ്രീനും ഒക്കെ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഇത്രയും കളേഴ്സ് ഇവിടെ വരുമ്പം ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടായിരിക്കും നമ്മുടെ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ 7 കളേഴ്സും കൂടി കഴിഞ്ഞാൽ വൈറ്റ് കളറായിരിക്കും. അപ്പം ന്യൂട്ടൺ ഏറ്റവും എളുപ്പത്തിൽ ഈ പറയുന്ന 7 നിറങ്ങൾ ഉണ്ട് എന്നത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് ചെയ്തൊരു പരിപാടിയായിരുന്നു. ഈ 7 നിറങ്ങൾ എടുത്തിട്ട് അതങ്ങ് കറക്കി. അപ്പോൾ അത് വൈറ്റ് നിറത്തിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങേര് നേരെ തിരിച്ചു പറഞ്ഞു, വെള്ള നിറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന 7 നിറങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് 7 നിറങ്ങൾ വരുന്നുണ്ട്. വർണ്ണപമ്പരം എന്ന് പറയുന്നതിനും ബേസിക് ആയിട്ട് പ്രവർത്തിക്കുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ഇതും ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. യെസ്. ഇനി ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ചില കൺസെപ്റ്റുകളാണ്, അതും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് വേവ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്, വേവ്സ് ആയിട്ടാണ് ലൈറ്റ് സഞ്ചരിക്കുന്നത്. അപ്പം ലൈറ്റ് വേവുകളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അതിന് മുകളിലേക്കുള്ളൊരു ഭാഗം ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ട്രഫ്, അത് താഴത്തേക്ക് വരുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഇതിൻ്റെ നടുക്കൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നടുക്കുള്ള ലൈനിൽ നിന്ന് മാക്സിമം ഹൈറ്റിലേക്ക് ഈ വേവ് എത്ര സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എത്ര ഹൈറ്റിലേക്ക് അത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്ര താഴത്തേക്ക് ഇത് പോകുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, മലയാളത്തിലും ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് തരംഗദൈർഘ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഈ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് ഓൾറെഡി ഇങ്ങനെ പോയി, വീണ്ടും തിരിച്ച് താഴത്തേക്ക് പോയി, വീണ്ടും അതേ പോയിന്റിൽ തിരിച്ചെത്തി. ഓക്കെ, അതേ പോയിന്റിൽ തിരിച്ചെത്തി. അപ്പം ഈ ഒരേ പോയിന്റിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ലൈറ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതിനെയാണ് നമ്മൾ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിന് ആയതി എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, യെസ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആയതിയാണ്, അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ആയതി. ഓക്കെ, യെസ്, ആയതിയാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ആയതിയാണ്. അപ്പം ഇനി നമ്മൾ പഠിച്ചതായിരുന്നു തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് ഇവിടുന്ന് പോയിട്ട് ഇങ്ങനെ വീണ്ടും അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് എത്ര ദൂരമാണോ ആ ഒരു ലൈറ്റ് ട്രാവൽ ചെയ്തത്, അതിനെയാണ് നമ്മൾ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രാവൽ ചെയ്തിട്ട് വീണ്ടും അതേ ഒരു പോയിന്റിന് സമാനമായിട്ട് എത്തുന്ന സമയത്ത് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ നമുക്ക് തരംഗദൈർഘ്യം വേവ് ലെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ഇപ്പോൾ ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡിൽ ചിലപ്പം ഈ ലൈറ്റ് ഒന്നിലധികം തവണ ഇതുപോലെ മുകളിലേക്കും താഴത്തേക്കും പോയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡിൽ ഈ ലൈറ്റ് 2 തവണയാണ് പോയതെന്ന് വിചാരിക്കാം. ഓക്കെ, 2 തവണ ഇങ്ങനെ ഈ ഒരു വേവ് ലെങ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വേവ് ലെങ്ത് 2 തവണ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ വരെ എത്തുന്ന സമയത്ത് 1, ഇവിടെ എത്തിയ സമയത്ത് 2, അങ്ങനെ 2 എണ്ണം അത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് 2 ആണ് എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു സെക്കൻഡിൽ അത് ഒന്നും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, വീണ്ടും അത് കംപ്ലീറ്റ് ആക്കി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് 3 എന്ന് പറയാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സെക്കൻഡിൽ ഒരു യൂണിറ്റ് ടൈം നമ്മൾ സാധാരണ എടുക്കുക സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര തവണ ഇത് വേവ് ലെങ്ത് അല്ലെങ്കിൽ എത്ര വേവ് ലെങ്ത്തുകൾ ഒരു സെക്കൻഡിൽ ഇത് ട്രാവൽ ചെയ്യുന്നുണ്ടോ അതിൻ്റെ നമ്പേഴ്സിനെയാണ് നമ്മൾ സാധാരണ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ നമ്പേഴ്സിനെയാണ്, അതിനെ നമ്മൾ ആവൃത്തി എന്ന് പറയും. ഓക്കെ, ആവൃത്തി. അതിൻ്റെ യൂണിറ്റും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ഹേർട്സ് ആണ് ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. 1/സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് 1/സെക്കൻഡ് ഒക്കെയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഫ്രീക്വൻസി ഒന്ന് പഠിച്ചു വെക്കണം. ആംപ്ലിറ്റ്യൂഡാണ് ആയതി, ആവൃത്തിയാണ് ഫ്രീക്വൻസി, തരംഗ ദൈർഘ്യമാണ് വേവ് ലെങ്ത്, ഓരോന്നും എന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റ് ലൈറ്റിൽ വിബ്ജിയോർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഒക്കെ വരുന്നുണ്ട്. ഈ ഓരോ നിറത്തിനും ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ്, ഓരോന്നിനും ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും വയലറ്റിൻ്റെ വേവ് ലെങ്ത് ആയിരിക്കില്ല റെഡിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഈ വേവ് ലെങ്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ ലൈറ്റിൻ്റെയും വേവ് ലെങ്ത് ഡിഫറെൻ്റ് ആണ് എന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വേവ് ലെങ്ത് ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് വെലോസിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രീക്വൻസി, ഓക്കെ, ഹേർട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, യെസ്, 1/f വരും. ഓക്കെ, സോ 1/f ഇതിനെയാണ് നമ്മൾ എന്തെന്നത് ഫ്രീക്വൻസി, ഇതാണ് നമ്മൾ സാധാരണ സെക്കൻഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫ്രീക്വൻസി എന്ന് പറയുന്ന സമയത്ത് എത്ര സെക്കൻഡ്സിലേക്ക് അത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ അതല്ലാതെ ഓക്കെ, നമ്മൾ സാധാരണ ന്യൂ ഇസ് ഈക്വൽ ടു hc/λ എന്ന് പറയാറുണ്ട്. അപ്പോൾ ന്യൂ എന്ന് പറയുന്ന സമയത്ത് 1/ഫ്രീക്വൻസി ആണ്. ഓക്കെ, സോ ഇത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഒക്കെയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞതാണ്. hc/λ എന്ന് പറയുന്നത് ന്യൂ ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെറിയൊരു കൺസെപ്റ്റാണ്. അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല, ഈവൻ ഡിഗ്രി ലെവലിലും ആവശ്യമായിട്ട് വരുന്നില്ല. ഇവിടെ ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, എന്താണ് ഫ്രീക്വൻസി എന്നുള്ളത് മാത്രം. ഓക്കെ, യെസ്. ഇനി ചിലപ്പോൾ നമ്മൾ ഈ ഒരു സാധനം നിങ്ങൾ ചിലപ്പം പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ സാധാരണ ഒരു പെൻസിലൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡിൽ നോക്കുമ്പം ഇതുപോലെ ചിലപ്പം ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും. മുകളിൽ നോക്കുന്ന സമയത്ത് ഈ പെൻസിലിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നിന്ന് പൊക്കിയെടുക്കുന്നതിനനുസരിച്ച് ആ പെൻസിൽ പതുക്കെ നിവർന്ന് വരുന്ന പോലെയുള്ള ഒരു ഫീൽ നമുക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് കാരണമായിട്ട് വരുന്നതാണ് റിഫ്രാക്ഷൻ. ഓക്കെ, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വായുവിന് ബെൻഡ് സംഭവിക്കുന്നു, ലൈറ്റിന് ബെൻഡ് സംഭവിക്കുന്നു. ഇതിന് മലയാളത്തിൽ നമ്മൾ അപവർത്തനം എന്ന് പറയും, ഇംഗ്ലീഷിൽ റിഫ്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങൾ ഇവിടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഒന്ന് റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, പ്രതിഫലനം, റിഫ്ലക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കണ്ണാടിയിലേക്ക് ലൈറ്റ് അടിക്കുന്ന സമയത്ത് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഓക്കെ, അല്ലെങ്കിൽ കണ്ണാടിയിൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുന്നത് അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് നിന്ന് പോകുന്ന ലൈറ്റ് കണ്ണാടിയിൽ തട്ടിയിട്ട് തിരിച്ച് നമ്മുടെ കണ്ണിൽ തന്നെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ കണ്ണാടിയിൽ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണാടി ചെയ്യുന്നത് റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് റിഫ്രാക്ഷനാണ്. ലൈറ്റിൻ്റെ പാത്തിന് ബെൻഡ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, ഒരു ചെറിയ വളവുണ്ടാവുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നിങ്ങൾ നോക്കുക, ഈ ഒരു ഇത് തിരിക്കുന്നതിനനുസരിച്ചിട്ട്, ഓക്കെ, ഇവിടെ ഞാൻ ചെറിയ രൂപത്തിൽ ഇതിനെ ഞാൻ ഇങ്ങനെ തിരിച്ച് മാറ്റം വരുത്തുന്നതിനനുസരിച്ചിട്ട് ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ലൈറ്റിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കാണാം. ഓക്കെ, എന്നാൽ അതേ സമയത്ത് ഇങ്ങനെ നേർരേഖയിൽ പോകേണ്ട ഈ ഒരു ലൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് റിഫ്രാക്റ്റ് ആയിട്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം ഇത്രയും ഭാഗത്ത് ലൈറ്റ് സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ് അത്രയും ഭാഗത്ത് ലൈറ്റ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം ഇത് ഗ്ലാസ്സിലേക്ക് കടക്കുന്നുണ്ട്. ഗ്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സർക്കുലാർ പാത്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ ഈ വായുവിൽ നിന്ന് ഈ സർക്കിളിലേക്ക് കടക്കുന്ന സമയത്ത് ഇവിടെ തന്നെ ഒരു ബെൻഡ് വരണ്ടേ എന്ന്. ഓക്കെ, നോർമലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകാശ സാന്ദ്രത കുറഞ്ഞതാണ്, ഇവിടെ പ്രകാശ സാന്ദ്രത കൂടിയതാണ്. അപ്പോൾ ഈ പ്രകാശ സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് പ്രകാശ സാന്ദ്രത കൂടിയതിലേക്ക് കടക്കുമ്പം ഇവിടെ തന്നെ ഒരു ബെൻഡ് വരണ്ടേ. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെയായിട്ടല്ലേ പോകേണ്ടത്. പക്ഷെ അതിന് പകരം ഇവിടെ ബെൻഡ് സംഭവിക്കാതെ ഈ ലൈറ്റ് നേരെ പോയിട്ട് ഇവിടെ നിന്നാണ് ഇത് ബെൻഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ?
ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇവിടുന്ന് ബെൻഡ് ചെയ്യണം. നേർരേഖയിൽ വരുന്ന ലൈറ്റ് ഇവിടെ പ്രകാശ സാന്ദ്രത അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസം വരുന്ന, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരുന്ന ഒരു വസ്തുവിലേക്ക് കടക്കുമ്പം ഇവിടുന്ന് ലൈറ്റ് ബെൻഡ് ചെയ്യണം. പക്ഷേ ആ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നില്ല. അതിന് കാരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് അവിടെ ലൈറ്റ് ബെൻഡ് ചെയ്യാതിരുന്നത്? ഓക്കെ, ആർക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഓക്കെ, യെസ്, നളന്ത നറൂട്ടോ ആണ് കാണാറ്, വിപിൻ നറൂട്ടോ ആണ്. ഓക്കെ, ഗവൺമെൻറ് ജോലിക്കാരിയെ പ്രേമിച്ച പയ്യൻ. ഓക്കെ, ആളുടെ ഡിമാൻഡ് അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, വൺ പീസ്, ദെൻ സ്ലോ മോഷൻ. ഓക്കെ, യെസ്. ഓക്കെ, പൃഥ്വിരാജ് ബ്ലീച്ച് ആണ്. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് ബെൻഡ് ചെയ്യാതിരുന്നത്? പക്ഷേ ഇവിടെ ഇത് ബെൻഡ് ചെയ്യുന്നുണ്ട്. പ്രകാശ സാന്ദ്രത ഡിഫറൻസ് വന്ന സമയത്ത് ഇവിടെ ബെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ബെൻഡ് ചെയ്തില്ല? ഓക്കെ, യെസ്, എനിക്ക് തോന്നുന്നു മറുപടി ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഓക്കെ, യെസ്. അപ്പം ഇതിന് കാരണമായിട്ട് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ കാരണമായിട്ട് ഞാൻ പറയുന്നതല്ല, ബൈ ഡിഫോൾട്ട് ഇവിടെ നിങ്ങൾ മാത്സിൻ്റെ ചെറിയ ഒരു കൺസെപ്റ്റും കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു അർദ്ധവൃത്താകൃതിയിലാണ് ഈ ഒരു കാര്യം നിൽക്കുന്നത്. ഓക്കെ, യെസ്, അറിയില്ല. ഇവിടെ ഇത് അർദ്ധവൃത്താകൃതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഒരു സർക്കിളിലേക്ക് അതിൻ്റെ സെൻറ്റർ കേന്ദ്രമാക്കിയിട്ട് നിങ്ങളൊരു ലൈറ്റ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ സെൻറ്റർ കേന്ദ്രമാക്കിയിട്ട് നിങ്ങളൊരു ലൈൻ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സ്വാഭാവികമായിട്ടും അത് ഈ ഒരു പോയിന്റിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോകുന്നത്. ടാൻജൻ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ലൈറ്റ് ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കില്ല? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. അതായത് ഇവിടെ നിങ്ങൾ ഈ പെൻസിലിനെ നേരെ കുത്തനെ നിങ്ങൾ എന്ത് ചെയ്യുക? വെള്ളത്തിലിട്ട് നോക്കുക. ഓക്കെ, നേരെ കുത്തനെ നിങ്ങൾ വെള്ളത്തിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബെൻഡ് വരില്ല. പെർഫെക്റ്റ്ലി നിങ്ങൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിനെ ഇടുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബെൻഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവിടെ എന്ത് സംഭവിക്കില്ല? അപവർത്തനം സംഭവിക്കില്ല. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് പോകുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അർദ്ധവൃത്താകൃതിയിലായതുകൊണ്ട് ഇതിലേക്ക് സെൻറ്റർ കേന്ദ്രമാക്കിയിട്ട് നിങ്ങളൊരു ലൈറ്റ് അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ലൈറ്റ് നേർരേഖയിൽ പോകും. കാരണം അത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു റിഫ്രാക്ഷൻ ഉണ്ടാവാത്തത്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് വരുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ക്ലിയർ ചെയ്തത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ഷനും നടക്കുന്നുണ്ട്, റിഫ്രാക്ഷനും നടക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. ബാക്കി പതുക്കെ ഞാൻ അത് ടിൽറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന റിഫ്രാക്ഷൻ തീരെ ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന കാണാൻ പറ്റും. ഓക്കെ, ഓവർ ദ ടൈം ഈ റിഫ്ലക്ഷൻ്റെ ഇപ്പം നോക്കുക, ഇപ്പം റിഫ്രാക്ഷൻ ആണ്, കൂടുതൽ ലൈറ്റും റിഫ്രാക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, റിഫ്രാക്റ്റ് ആയിട്ടാണ് പോകുന്നത്. റിഫ്ലക്ഷൻ താരതമ്യേന കുറവാണ്. എന്നാൽ ഇനി ഇത് പതുക്കെ കൂടി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അത് പതുക്കെ ഓവർ ദ ടൈം കൂടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അത് പതുക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ഘട്ടത്തിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ലൈറ്റ് തീരെ ഇല്ലാതായി. ഓക്കെ, ആ ലൈറ്റ് തീരെ ഇല്ലാതാവുന്ന ഒരു മൊമെന്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് പതുക്കെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ആ ലൈറ്റ് തീരെ ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിന് സമാന്തരം അല്ലെങ്കിൽ കണ്ടോ, ആ ലൈറ്റ് ഇപ്പോൾ തീരെ ഇല്ലാതായി. ഇതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആ ക്രിട്ടിക്കൽ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ റിഫ്രാക്റ്റഡ് ലൈറ്റ് ഉണ്ടാവില്ല. അവിടെ മൊത്തം ലൈറ്റ് ഇതിനുള്ളിലേക്ക് പോകുന്നത് റിഫ്ലക്റ്റഡ് ആയിട്ട് പോകും. ഈ ഒരു സർഫസ് ഒരു മിറർ പോലെ ആക്ട് ചെയ്യും. ഈ സർഫസ് ഇപ്പോൾ ഒരു മിറർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതൊരു മിറർ ആയിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആ രൂപത്തിലാണ് ലൈറ്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, യെസ്. അപ്പം ആ ലൈറ്റ് പതുക്കെ അപ്രത്യക്ഷമായിട്ട് കണ്ടില്ല. പിന്നെ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലാക്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിഫ്ലാക്ഷൻ്റെ ബേസിലാണ് നമ്മുടെ നാച്ചുറൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നക്ഷത്രങ്ങൾ മിന്നിക്കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ നക്ഷത്രങ്ങളിൽ നിന്നുള്ള ലൈറ്റ് നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്ന സമയത്ത് അത് അന്തരീക്ഷത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഫിയേഴ്സ് വരുന്നുണ്ട്. ഓരോന്നിനും സാന്ദ്രത ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ സാന്ദ്രത ഡിഫറൻസ് ആയിട്ടുള്ള ആ ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് കടന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് കണ്ടിന്യൂസ് ആയിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ ഇങ്ങനെ റിഫ്രാക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റാണ് കണ്ടിന്യൂസ്ലി നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നക്ഷത്രങ്ങൾ നമുക്ക് മിന്നുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതിന് കാരണമായ പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനമാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ ഇപ്പം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അത് നമുക്ക് പഠിക്കാം. ഓക്കെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം. സോ സ്റ്റോൺ, ഓക്കെ, ജസ്റ്റ് സ്റ്റോണിനോട് മാത്രം ഇപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനിമുണ്ട്, ഡോക്ടർ സ്റ്റോൺ. ഓക്കെ, നല്ലൊരു അനിമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോൺ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഒരു അപ്പോക്കാലിപ്റ്റിക് വേൾഡിൽ സയൻസ് വെച്ചുകൊണ്ട് ഒരു വേൾഡ് തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഡോക്ടർ സ്റ്റോൺ. അപ്പം ഈവൻ നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള സയൻസ് കൺസെപ്റ്റുകൾ വളരെ ഈസി ആയിട്ട് വളരെ നല്ല രൂപത്തിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു അനിമാണ്. വേണമെങ്കിൽ നിങ്ങൾക്കും കണ്ടു നോക്കാം. ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റ് വരുന്ന സമയത്ത് ഇവിടെ കണ്ടിട്ടില്ല. ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. ലൈറ്റ് നേരെ വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് അത് തിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ അതിനൊരു ബെൻഡ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് സാന്ദ്രത കൂടുതലാണ്. ഇതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിട്ടുള്ള മീഡിയം ആണ്. ഇത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം ആണ്. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്കാണ് ഇത് പ്രവേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് സാധാരണ പോകേണ്ടത് ഈ ഒരു ലൈനിലാണ്. ഈ ഒരു ലൈനിലായിരുന്നു ഈ പ്രകാശം നേരെ സ്ട്രെയിറ്റ് ലൈനിൽ പോകേണ്ടത്. അവിടെ നിന്ന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എവേ, ഇത് ബെൻഡ് എവേ എന്ന് പറയും. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അത് ബെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലറിൽ നിന്ന് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അകന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. ഇതും PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കൂടിയ ഒരു വസ്തുവിൽ നിന്ന് പ്രകാശ സാന്ദ്രത കുറഞ്ഞ വസ്തുവിലേക്ക് ലൈറ്റ് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അകന്നു പോകുന്ന ഒരു ഫീലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, എന്നാൽ ഇത് നേരെ തിരിച്ച് പ്രകാശ സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് പ്രകാശ സാന്ദ്രത കൂടിയതിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടേക്ക് വളഞ്ഞ് അടുത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളിവിടെ നോക്കുക. ഓക്കെ, പ്രകാശ സാന്ദ്രത കുറഞ്ഞതാണ്, ഇത് പ്രകാശ സാന്ദ്രത കൂടിയതാണ്. ഓക്കെ, പ്രകാശ സാന്ദ്രത കൂടിയതാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശ സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന പോലത്തെ നമുക്കൊരു ഫീൽ വരും. ഓക്കെ, സോ അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, കൂടിയതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ പ്രകാശ സാന്ദ്രത കൂടുതലാണ്. ഓക്കെ, അത് കുറഞ്ഞതിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ജസ്റ്റ് 1 സെക്കൻഡ്, ഇല്ല, പ്രകാശ സാന്ദ്രത കൂടുന്ന സമയത്ത് അകന്ന് പോവുകയാണ് ചെയ്യാം. ഓക്കെ, പ്രകാശ സാന്ദ്രത കൂടുന്ന സമയത്ത് അകന്ന് പോവുകയാണ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സാധാരണ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിന് നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഈ റിഫ്രാക്ഷൻ തീരെ സംഭവിക്കാത്തത് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഇമേജിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ റിഫ്രാക്ഷൻ തീരെ സംഭവിക്കാതെ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആയി പോയി. വീണ്ടും നമ്മൾ അത് ടിൽറ്റ് ചെയ്ത സമയത്ത് ആ പ്രകാശം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് ഒരു മിറർ പോലെ പ്രതിഫലിച്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സർഫസ് ഒരു മിററായിട്ട് ആക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ SCERT തന്നെ കൊടുത്തിട്ടുള്ള ഇമേജ് ആണ്. ഓക്കെ, ഇത് SCERT തന്നെ കൊടുത്തിട്ടുള്ളൊരു ഇമേജ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, വായു എന്ന് പറയുന്നത് സാധാരണ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതാണ്. ഓക്കെ, വായു എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകുന്ന സമയത്ത് അത് അടുത്ത് വരികയാണ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പെർപെൻഡിക്കുലറിനോട് അടുത്ത് വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്ന്, ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുന്ന സമയത്ത് അത് അകന്നു പോകുന്ന പോലെയുള്ള ഒരു ഫീലും വരും. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അകന്നു പോയി. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ ഇങ്ങനെയായിരുന്നു തിരിച്ചു വരേണ്ടത്, പക്ഷെ അതിൽ നിന്ന് ഒരുപാട് അകന്നു പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, യെസ്, നോർമൽ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ബെൻസ് അവേ. കാരണം വായുവിനെ സംബന്ധിച്ചിട്ട് വായുവിനേക്കാളും ജലത്തിനേക്കാളും സാന്ദ്രത കൂടിയതാണ് ജലത്തിനേക്കാളും സാന്ദ്രത കൂടിയതാണ് ഗ്ലാസ്. യെസ്, ഓക്കെ. പൂർണിമ, ഈ ഒരു പൂർണിമ PK ഉണ്ടായിരുന്ന പൂർണിമയാണോ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നേരത്തെ നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായുവിൽ നിന്ന് ജലത്തിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, യെസ്, സെയിം ആൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വായുവിൽ നിന്ന് ജലത്തിലേക്ക്
ലൈറ്റ് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ തന്നെ പോവും. ഇവിടെ എന്തുണ്ടാവില്ല, റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ഓക്കെ, പ്രകാശ സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രത കുറഞ്ഞ, ഓക്കെ, കുഞ്ഞു ഹൃദയം, ഐ ആം ആൾസോ ഫ്രം PK. അപ്പം പ്രകാശ സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമത്തിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈറ്റ് പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലൈറ്റിന് എന്ത് സംഭവിക്കും എന്നത് ചിലപ്പം ചോദിക്കാം. അപ്പോൾ അവിടെ ബെൻഡ് എവേ അല്ലെങ്കിൽ ബെൻഡ് ടുവേർഡ്സ്, ഓക്കെ, നത്തിങ് ഹാപ്പൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് തരാം. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പ്രവേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല, അത് നേരെ പാസ് ചെയ്ത് പോകുന്നതായിരിക്കും. അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാകില്ല, അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ ഓക്കെ യെസ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഈ രൂപത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആണ് എന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെയാണ് വരുന്നത്. യെസ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, യെസ്, നത്തിങ് ഹാപ്പൻസ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഇനി റിഫ്ലക്ഷൻ സംഭവിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ടെന്ന്. ഓക്കെ, അതല്ലാതെ നോർമൽ കേസിലൊക്കെ ഒരു പ്രകാശം വന്ന് വെള്ളത്തിൽ തട്ടുന്ന സമയത്ത് ആ ലൈറ്റ് വെള്ളത്തിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തും പോകാറുണ്ട്. ഇനി ഈ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ ആണ്, പ്രതിഫലനമാണ്. ഓക്കെ, റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പറയുന്ന സമയത്തായിരിക്കും ബാക്കി നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്രകാശം വന്ന് പതിക്കുന്നുണ്ട്. ഇങ്ങനെ വന്ന് പതിക്കുന്ന ഈ ഒരു കിരണത്തിന്, പ്രകാശത്തിന്റെ കിരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതന കിരണം എന്ന് പറയുന്നത്. ഓക്കെ, ആ റേ അല്ലെങ്കിൽ ആ ഒരു പ്രകാശം വന്ന് ഈ ഒരു സർഫസിൽ പതിക്കുന്ന ആ കിരണത്തിന് നമ്മൾ പറയുന്നതാണ് പതന കിരണം എന്ന് പറയുന്നത്. ഇനി അതിവിടുന്ന് റിഫ്ലക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, പ്രതിഫലിച്ച് പോകുന്നുണ്ട്. അപ്പോൾ പ്രതിഫലിച്ച് പോകുന്ന കിരണം അതിനെയാണ് നമ്മൾ പ്രതിപതന കിരണം അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഓക്കെ, റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ റിഫ്ലാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഒരു പെർപെൻഡിക്കുലറിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും സാധാരണ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതിന്റെ രണ്ട് സൈഡിലേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇൻസിഡന്റ് റേ ഈ പെർപെൻഡിക്കുലറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന ആംഗിൾ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിഫ്ലക്റ്റഡ് റേ ഈ ഒരു പെർപെൻഡിക്കുലറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന കിരണത്തിന്റെ ആംഗിൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളുകളും എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് തുല്യമായിട്ടായിരിക്കും വരുന്നത്. രണ്ടും നോർമലിൽ നിന്നായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. യെസ്, അതായത് ആംഗിൾ I ഈസ് ഈക്വൽ ടു ആംഗിൾ R ആയിരിക്കും, ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ്. ഇത് രണ്ടിനെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് IR എന്നുള്ള രൂപത്തിലാണ് നമ്മൾ സാധാരണ ഇതിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പം ആംഗിൾ I ഈസ് ഈക്വൽ ടു ആംഗിൾ R എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആംഗിൾ I ഈസ് ഈക്വൽ ടു ആംഗിൾ R എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. ദെൻ അതുപോലെ തന്നെ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷെ അത് കുറേ കൂടെ എന്തായിരിക്കും, കുറവായിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറയും. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഒരു പ്രകാശകിരണം കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും തമ്മിലുള്ള ബന്ധം ചോദിക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ഓപ്ഷൻ തരും. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കാം, ഓപ്ഷൻസ് തരാം. പ്രോബ്ലം ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് കടക്കുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് മോർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെക്കുക. ഇവിടെ എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കൂടുതലാണ്. ഇവിടെ പ്രകാശ സാന്ദ്രത കൂടുതലാണ്. ഓക്കെ, ഇവിടെ പ്രകാശ സാന്ദ്രത കുറവാണ്. ഓക്കെ, പ്രകാശ സാന്ദ്രത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പ്രകാശ സാന്ദ്രത കൂടിയതിൽ നിന്ന് പ്രകാശ സാന്ദ്രത കുറഞ്ഞതിലേക്ക് വരുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് മോർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും വരുന്നുണ്ട്,
ഇപ്പം നമ്മൾ പ്രകാശ സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, പ്രകാശ സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ലെസ് ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇപ്പോൾ പ്രകാശം നേരെ തിരിച്ചാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതെന്തായിരിക്കും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് മാറും, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് ഇതായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ പതന കിരണത്തിൻ്റെ ആംഗിളായിട്ട് വരുന്നത്, ഇതായിരിക്കും റിഫ്രാക്റ്റഡ് കിരണത്തിൻ്റെ ആംഗിളായിട്ട് വരുന്നത്. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ലെസ് ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നല്ല കൺസെപ്ച്വൽ ക്ലാരിറ്റി ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ, ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഇഫ് നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. ഓക്കെ, യെസ് ഓക്കെ അഞ്ജുഷ, യെസ് ക്ലിയർ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഹൊറിസോൺസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഹൊറിസോൺസിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും സൂര്യൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു റിഫ്രാക്ഷനാണ്. ഓക്കെ, യെസ് ഹിബ, കൃഷ്ണ, ബിയാസ്, ഓക്കെ ഹരീഷ്മ, സൂരജ്, വിപിൻ, ഓക്കെ യെസ് അഞ്ജിത. ഓക്കെ, അപ്പം ഇതിന് പ്രധാനമായത് നമ്മുടെ ഹൊറിസോൺ അല്ലെങ്കിൽ ചക്രവാളത്തിന് താഴത്തേക്കും സൂര്യൻ പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ പറയുന്ന രൂപത്തിൽ പ്രകാശകിരണത്തിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പം സൂര്യനിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, രശ്മികൾ വരുന്നുണ്ട്, അന്തരീക്ഷത്തിൽ തട്ടുന്ന സമയത്ത് ഇവിടെ ശൂന്യതയാണ്. ഓക്കെ, എം ടി ആണ്. ഓക്കെ, സ്പേസ് ആണ്, ഇവിടെ ശൂന്യതയാണ്. അപ്പോൾ ശൂന്യതയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പം അന്തരീക്ഷത്തിന് പ്രകാശ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് ബെൻസ് ടുവേർഡ്സ്. ഓക്കെ, ഇത് ബെൻസ് ടുവേർഡ്സ് ആണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ലെയറിലേക്ക് കടക്കുകയാണ്. എക്സോസ്ഫിയറിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ വീണ്ടും അതെന്ത് ചെയ്യും, അടുത്തേക്ക് വരും. ദെൻ അത് കഴിഞ്ഞിട്ട് ട്രോപ്പോസ്ഫിയറിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും അത് ബെൻഡ് ചെയ്യും. അപ്പോൾ നമ്മളൊരാൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് രശ്മി വരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, സൂര്യൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇവിടെ ഉള്ളതുപോലെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. സൂര്യൻ നേർരേഖയിൽ അവിടെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആക്ച്വലി സൂര്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ചക്രവാളം കടന്ന് താഴ്ന്നു പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അസ്തമിച്ചതിന് ശേഷവും സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിഫ്രാക്ഷൻ കാരണമാണ്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണിച്ചിരുന്ന സമയത്ത് അവിടെ ഡിഫറൻറ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മഴവില്ലിന് കാരണമാകുന്ന പ്രതിഭാസം എന്താണ്, പ്രിസത്തിലൂടെ ലൈറ്റ് പോകുന്ന സമയത്ത് പല വർണ്ണങ്ങളായിട്ട് മാറുന്നതിനുള്ള പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്തരത്തിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും നമുക്ക് സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് റിഫ്രാക്ഷൻ കാരണമാണ്. നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണം റിഫ്രാക്ഷൻ കാരണമാണ്. പെൻസിൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ബെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് റിഫ്രാക്ഷൻ കാരണമാണ്. ഓക്കെ, യെസ്, അതിന് നമ്മൾ അപ്പാരൻറ്റ് പൊസിഷൻ എന്ന് പറയും. അതായത് ആക്ച്വൽ പൊസിഷൻ ഇവിടെയാണ്. ഓക്കെ, ആക്ച്വൽ പൊസിഷൻ ഇതാണ്. പക്ഷേ വിർച്വൽ ആയിട്ട് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ നമുക്ക് കാണിച്ചു തരുന്നത് സൂര്യൻ ഇവിടെ ഉള്ളതായിട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും, അപ്പാരൻറ്റ് പൊസിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പാരൻറ്റ് ഷിഫ്റ്റ് എന്ന് പറയും. ഈ ഒരു ഷിഫ്റ്റിന് നമ്മൾ അപ്പാരൻറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറയും. ഓക്കെ, പക്ഷെ അത്രത്തോളം ഡെപ്ത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. യെസ്, ഇനി അടുത്തൊരു കൺസെപ്റ്റും കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ചിലപ്പം ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, പ്രോബ്ലംസ് ചിലപ്പം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു, കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഏതൊരു വസ്തുവിനും നമ്മൾ അപവർത്തനാങ്കം കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ അപവർത്തനാങ്കം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയാറുള്ളത് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഡിവൈഡഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം. ആ ഒരു മാധ്യമത്തിലൂടെ, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, വെള്ളമാണെങ്കിൽ വെള്ളം, വജ്രം, ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വസ്തുവിലൂടെയും ഉള്ള പ്രകാശത്തിൻ്റെ വേഗത എത്രയാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. സി എന്ന് പറയുന്ന സമയത്ത് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം അത് 3 × 10⁸ ആണ്. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വസ്തുവിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ ഒരു പ്രകാശത്തിന് ഏറ്റവും ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ശൂന്യതയിലാണ്. ബാക്കി ഏതൊരു മീഡിയം എടുത്തു കഴിഞ്ഞാലും അതിൽ പ്രകാശത്തിൻ്റെ വേഗത കുറയും. അപ്പം ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1-ൽ കൂടുതലായിരിക്കും. കാരണം എന്താണ്, ഡിനോമിനേറ്റർ എപ്പോഴും ഇവിടെ ചെറുതാണ് വരാൻ പോകുന്നത്. കാരണം ഏറ്റവും വേഗതയിൽ പ്രകാശം സഞ്ചരിക്കുക ശൂന്യതയിലാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ഏത് മാധ്യമത്തിലുള്ള പ്രകാശത്തിൻ്റെ വേഗത കുറവായിരിക്കും. അപ്പോൾ ഈ പറയുന്ന 3 × 10⁸ ചെറിയ ഒരു നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായി കഴിഞ്ഞാൽ അപവർത്തനാങ്കം എന്ന് പറയുന്നത് എപ്പോഴും മോർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി എക്സെപ്ഷണൽ കേസിലൊക്കെ പുതിയ വല്ലതും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രം ഒരു മാറ്റം വന്നേക്കാം. അതല്ലാതെ ശൂന്യതയുടെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. കറൻ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, അപവർത്തനാങ്കം എന്ന് പറയുന്നത് എപ്പോഴും 1-ൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് വായുവാണ്. പക്ഷേ വായു എന്ന് പറയുന്നത് എക്സാക്ട്ലി നമുക്ക് 3 × 10⁸ എന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ SCRT-യിൽ അങ്ങനെ എടുത്തിട്ടുണ്ട്. വായുവിൽ ശൂന്യതയിലുള്ള വേഗതയും അതുപോലെ തന്നെ വായുവിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയും ഒരേപോലെ എടുത്തു. അപ്പോൾ വായുവിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക ഗ്ലാസ്. ഓക്കെ, ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത 2 × 10⁸ ആണ്. അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കാണുന്ന സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n = ഇവിടെ 2-നും 10⁸ ആണ് വരുന്നത്. അതുകൊണ്ട് അത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 എന്ന് കിട്ടും. അപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്, 1-ൽ കൂടുതലാണ്. ഇനി അടുത്തത് ജലം. ജലത്തിലേക്ക് വരുന്ന സമയത്ത് വായുവിൻ്റെ അത്ര റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വായുവിലുള്ളതിനേക്കാളും കൂടുതൽ വേഗത്തിൽ ജലത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശം സഞ്ചരിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ജലത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ n = നമ്മുടെ 3/2.25 എന്ന് കിട്ടും. ഓക്കെ, ഈ 2.25നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് വേണമെങ്കിൽ ഇതിനെ 4.5/2 അല്ലെങ്കിൽ 9/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 4 ന്യൂമറേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ 3 × 4/9 എന്ന് കിട്ടും. ഈ 3 ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ 4/3 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 1.34 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ജലത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിനേക്കാൾ കുറവാണ്. ഗ്ലാസിൻ്റെത് 1.5 ആണെന്നുണ്ടെങ്കിൽ ജലത്തിൻ്റെത് 1.3 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യേണ്ടത് എന്നത് മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്, കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് = ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിരിക്കുന്ന മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം. പൂർണ്ണമായിട്ടും അന്തരം അകത്ത് തന്നെ എന്ത് ചെയ്യാണ്? പ്രതിഫലനം സംഭവിക്കുകയാണ്. പൂർണ്ണമായിട്ടും അന്തരം അകത്ത് തന്നെ പ്രതിഫലനം സംഭവിക്കുന്നു, പൂർണ്ണാന്തര പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇതുപോലെ ബെൻഡ് ചെയ്ത് പോകാറില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഈ ലൈറ്റ് ബെൻഡ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ? ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് അങ്ങനെ നോർമലി ട്രാവൽ ചെയ്യില്ല, സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ ലൈറ്റ് ട്രാവൽ ചെയ്യൂ. പക്ഷേ ഇവിടെ ഇവരെന്ത് ചെയ്തു? ഒരു പുതിയ മീഡിയം വെച്ച് കൊടുത്ത സമയത്ത് ആ ലൈറ്റിന് ഇവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചു, ഇവിടെയും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് വരുന്ന ഇൻസിഡൻറ്റ് റേ എന്ത് ചെയ്തു? റിഫ്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ആയിട്ട് ടോട്ടലി റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയ സമയത്ത് വീണ്ടും അതിന് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വീണ്ടും ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോകേണ്ടിയിരുന്ന പ്രകാശം വളഞ്ഞ് ഈ ഒരു വസ്തുവിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടലായിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രതിഫലിച്ചുകൊണ്ടാണ് പോകുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ പേര് ഒന്ന് പറയാൻ പറ്റുമോ? യെസ്, ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ പ്രവർത്തിക്കുന്നത് ഈ രൂപത്തിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വെച്ചുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, ബട്ട് എനിവേ അതൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ പ്രവർത്തിക്കുന്നത് ഈ രൂപത്തിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വെച്ചുകൊണ്ടാണ്. യെസ്, OFC അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഓക്കെ, അതായത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ കേബിളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് പണ്ടുണ്ടായിരുന്നത് കോപ്പർ കേബിൾ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ട് എന്ത് വരികയാണ്? ആംഗിൾ വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ രൂപത്തിൽ എന്ത് സംഭവിക്കുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അതിവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ NCERT-യിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്തതാണ്. അപ്പം
പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ആകുന്ന സന്ദർഭത്തിൽ ആ പതന കോണിനെ നമുക്ക് ക്രിട്ടിക്കൽ കോൺ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. ഞാനതിനെ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ഇമേജ് നോക്കിയ സമയത്ത് ഈ ഒരു ഇമേജ് നമ്മൾ നോക്കിയ സമയത്ത് ഇവിടെ ഈ പ്രകാശ സാന്ദ്രത കുറഞ്ഞ മീഡിയം, പ്രകാശ സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രത കൂടിയ മീഡിയത്തിലേക്ക്, പ്രകാശ സാന്ദ്രത ജസ്റ്റ് 1 സെക്കൻഡ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പറയുന്നതെന്ന് തോന്നുന്നു. പ്രകാശ സാന്ദ്രത കൂടിയ മീഡിയത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് മറ്റേ സർഫസാണ്. ഈ സർഫസാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. താഴത്തെ സർഫസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, മുകളിലത്തെ സർഫസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രകാശ സാന്ദ്രത കൂടിയ ഈ ഒരു മീഡിയത്തിൽ നിന്ന്, ഇവിടെ എന്താണ്, സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഗ്ലാസ് ആയിട്ട് എടുക്കാം, ഇത് ഗ്ലാസ് ആണ്. അപ്പോൾ ഇവിടെ പ്രകാശ സാന്ദ്രത കൂടുതലാണ്. അവിടെ നിന്ന് ഈ ആംഗിള് ഒരു പെർട്ടിക്കുലർ ഈ 42 ഡിഗ്രിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്ന് പോകുന്ന അപവർത്തന കോൺ റിഫ്രാക്റ്റീവ് ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, 90 ഡിഗ്രി ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമുക്ക് എന്തെന്ന് പറയാം, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. ഈ ക്രിട്ടിക്കൽ ആംഗിളിൽ കൂടുതലായിട്ടാണ് ഇനി ഇവിടേക്ക് രശ്മികൾ വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം ടോട്ടലി ഇന്റേണൽ റിഫ്ലക്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് 42 ഡിഗ്രി 43 ഡിഗ്രി ആയ സമയത്ത് പിന്നെ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, മുഴുവനും പ്രതിഫലിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രതിഫലനം സംഭവിക്കുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. എന്നാൽ ഈ 42-ൽ കുറഞ്ഞ് 35 ഡിഗ്രി ആയ സമയത്ത് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, അത് റിഫ്രാക്ഷൻ സംഭവിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഇതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. NCERT-യിൽ അതുപോലെ തന്നെ പറയുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണിനെ നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഈ ഒരു ഇൻഫർമേഷൻ ഓർത്ത് വെക്കുക. ഗ്ലാസ് വായു ഇതിൻ്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിയാണ് ഗ്ലാസും വായുവും തമ്മിലുള്ള ക്രിട്ടിക്കൽ കോണായിട്ട് വരുന്നത്. അപ്പം ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് 42 ഡിഗ്രിയിൽ കൂടുതലുള്ള ആംഗിളിൽ ഏതെങ്കിലും ഒരു വസ്തു വന്ന് പതിക്കുകയാണ് അല്ലെങ്കിൽ ഒരു രശ്മി വന്ന് പതിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ടോട്ടലി ഇന്റേണലി റിഫ്ലക്റ്റ് ആയിട്ട് പോകും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. സോ ഈ ഒരു സന്ദർഭത്തിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി അടുത്തത് വീണ്ടും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് പ്രകീർണനം എന്ന് പറയുന്നത്. പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകീർണനം എന്ന് പറയുന്നത് ലൈറ്റ് അതിൻ്റെ ഡിഫറെൻ്റ് ഘടകങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നത്. ലൈറ്റ് അതിൻ്റെ ഡിഫറെൻ്റ് ഘടകങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഡിഫറെൻ്റ് ലൈറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം, വിബ്ജിയർ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് ലൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ സമന്വയിക്കപ്പെട്ടിട്ടുണ്ട്. സമന്വയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രകാശത്തിന് നമുക്ക് സമന്വിത പ്രകാശം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തുകൊണ്ട് പ്രിസത്തിലൂടെ ഇത്തരത്തിൽ ലൈറ്റ് കടന്നു പോകുന്ന സമയത്ത് ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൈറ്റ് ലൈറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രകാശങ്ങൾ വരുന്നുണ്ട്. റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രകാശങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ ഓരോ ലൈറ്റിൻ്റെയും തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആ തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഓരോ ലൈറ്റിനും സംഭവിക്കുന്ന റിഫ്രാക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ബ്ലൂ ലൈറ്റിനാണ്, ഏറ്റവും കുറവ് സംഭവിക്കുന്നത് റെഡ് ലൈറ്റിനാണ്. അപ്പം ഒരു പ്രിസത്തിലൂടെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ ആർക്ക് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റിനാണ്, ഏറ്റവും കുറവ് ആർക്ക് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡിനാണ്. അതും ചിലപ്പം ചോദിക്കാം, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഓരോ ലൈറ്റിൻ്റെയും റിഫ്രാക്ഷൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നത്. ഇതിന് കാരണം തരംഗ ദൈർഘ്യത്തിലെ വേവ് ലെങ്ത്തിൽ വരുന്ന വ്യത്യാസമാണ്. വേവ് ലെങ്ത് എന്താണെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്പേർഷൻ. പ്രകീർണത്തിന് നമ്മൾ പറയുന്ന പേര് ഡിസ്പേർഷൻ എന്നാണ്, ലൈക്ക് സ്പ്ലിറ്റ് ആയി പോകുന്നത്. സോ ഡിസ്പേർഷൻ. ഞാൻ പറയാൻ വിട്ടുപോയി, ഡിസ്പേർഷൻ എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. അപ്പം ഈ ഒരു കാരണം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പം പ്രിസത്തിൽ
പ്രിസത്തിലൂടെ കടന്നു വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഡിഫറൻറ്റ് ലൈറ്റുകൾ ഉണ്ടാകുന്നത്, മഴവില്ലിന് 7 നിറങ്ങളിൽ നമ്മൾ കാണപ്പെടുന്നത്, ഇതിനൊക്കെ കാരണം ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തിൽ ഇനീഷ്യലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ, സോറി വയലറ്റ്, ഓക്കെ ഞാൻ ബ്ലൂ എന്നാണ് പറഞ്ഞത്, ബട്ട് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ബ്ലൂവിനേക്കാളും കൂടുതൽ ഉണ്ടാകുന്നത് റെഡിനാണ്, ബട്ട് ബ്ലൂവിൻ്റെ ഇപ്പുറത്ത് നമുക്ക് എന്തുണ്ട്, വയലറ്റ് വരുന്നുണ്ട്. വിബ്ജിയോർ നോക്കുന്ന സമയത്ത് വയലറ്റ് വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബ്ലൂവിന് കമ്പയർ ടു റെഡ് വരുന്നുണ്ട്, ബട്ട് അതിനേക്കാളും കൂടുതൽ സംഭവിക്കുന്നത് വയലറ്റിനാണ്. ഓക്കെ, യെസ്. ഇനി ഈ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. ഓക്കെ, പാർട്ടിക്കിൾ നേച്ചർ അല്ലെങ്കിൽ കണികകളുടെ സ്വഭാവം ലൈറ്റിനുണ്ട് എന്ന് പറഞ്ഞത് ഐസക് ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ ഐസക് ന്യൂട്ടൺ പറഞ്ഞത് ലൈറ്റ് എന്ന് പറയുന്നത് കണികകളാണ്, പാക്കറ്റ്സ് ഓഫ് പോക്കറ്റ്സ് എന്ന് പറയും. അതിനെ നമ്മൾ ഫോട്ടോൺ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ലൈറ്റിൻ്റെ ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ആ ഒരു പോക്കറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോൺ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ബട്ട് എന്തായാലും ഐസക് ന്യൂട്ടൺ ആണ് ഈ കണികാ സിദ്ധാന്തം മുന്നോട്ടേക്ക് വെക്കുന്നത്. ഓക്കെ, ഐസക് ന്യൂട്ടൺ ആണ് കണികാ സിദ്ധാന്തം എന്ന് പറയുന്നത്. കാരണം ഐസക് ന്യൂട്ടൻ്റെ എല്ലാ ചലന നിയമങ്ങളും പാർട്ടിക്കിൾസിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, ഒരു വസ്തുവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതൊരു വസ്തുവും അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ പറയുന്നതൊക്കെ വസ്തു, ഒരു കണിക അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി, ഒരു മാറ്റർ എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഐസക് ന്യൂട്ടൻ്റെ എല്ലാ കൺസെപ്റ്റും വരുന്നത്. അങ്ങനെ നിങ്ങൾ കൺസെപ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണികാ സിദ്ധാന്തം ഐസക് ന്യൂട്ടണുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇനി ഇവിടെ വൈദ്യുതയാണ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിട്ടും ദ്യു വരുന്നില്ല, അതുകൊണ്ടാണ് വൈദ്യുത എന്ന് എഴുതിയത്. അപ്പോൾ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം, ഓക്കെ, അത് മുന്നോട്ടേക്ക് വെക്കുന്നത് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ഓക്കെ, മാക്സ്വെൽ ആണ്, ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് വൈദ്യുത കാന്തിക തരംഗം അല്ലെങ്കിൽ വേവ് നേച്ചർ, ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്നത് മുന്നോട്ടേക്ക് വെക്കുന്നത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ഇനി ലൈറ്റിന് ഇത്തരത്തിലുള്ള ഒരു വേവ് സ്വഭാവം ഉണ്ട് എന്നത് തെളിയിക്കുന്നത്, ഓക്കെ, അത് തെളിയിക്കുന്നത് ഹെൻറി ഹേർട്സ് ആണ്. ഓക്കെ, ഹെൻറി ഹേർട്സ് ആണ് ലൈറ്റിന് ഇത്തരത്തിലുള്ള ഒരു വൈദ്യുത സ്വഭാവം, ഒരു കാന്തിക സ്വഭാവം അല്ലെങ്കിൽ ഒരു വേവ് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നത് ഹെൻറി ഹേർട്സ് ആണ്. ഓക്കെ, ഈ ഹേർട്സിൽ നിന്നാണ് പിന്നീട് എന്ത് വരുന്നത്, നമ്മുടെ ഫ്രീക്വൻസിക്ക് ഹേർട്സ് എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ എച്ച്, ആ ഒരു യൂണിറ്റ് വരുന്നത്. ഇനി ലൈറ്റിനെ കുറിച്ചിട്ട് പുതിയ നമ്മുടെ കൺസെപ്റ്റാണ് ക്വാണ്ടം സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം സിദ്ധാന്തം, ഇതൊക്കെ ഇതിൻ്റെ ബേസ്ഡാണ് വരുന്നത്. ഓക്കെ, ക്വാണ്ടം അനോമലി, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഈ ക്വാണ്ടം സിദ്ധാന്തം ഇത് മുന്നോട്ടേക്ക് വെക്കുന്നത് മാക്സ് പ്ലാങ്ക് ആണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, എച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വരുന്നത് ക്വാണ്ടം സിദ്ധാന്തം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, ലൈറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടം ആയിട്ടാണ് പോകുന്നത്, ഫോട്ടോണുകളായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു തിയറി ഉണ്ട്. അത് മുന്നോട്ടേക്ക് വെക്കുന്നത് മാക്സ് പ്ലാങ്ക് ആണ് എന്നത് ഓർത്ത് വെക്കുക. ഇനി മഴവില്ലിന് 7 നിറങ്ങളുണ്ട് എന്ന് ആദ്യമായിട്ട് പ്രസ്താവിക്കുന്നത് ഐൻസ്റ്റീൻ ആണ്. അത് പ്രൂവ് ചെയ്യുന്നത് ഐസക് ന്യൂട്ടണും കൂടിയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ന്യൂട്ടൻ്റെ പമ്പരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 നിറങ്ങൾ ഇതിനുണ്ട് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ, സോ അത് ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൻ്റെ ആ ഒരു പമ്പരം അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം 7 നിറങ്ങളുണ്ട് എന്നത്, ഇത് കറക്കി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐൻസ്റ്റീൻ നേരെ എന്ത് ചെയ്തു, തിരിച്ചു പറഞ്ഞു. ഓക്കെ, അതായത് വൈറ്റ് ലൈറ്റിന് എന്തുണ്ട്, 7 നിറങ്ങളുണ്ട് എന്നുള്ള തിരിച്ച് അദ്ദേഹം ആണ് പറയുന്നത്, ഐൻസ്റ്റീൻ ആണ് പറയുന്നത്. ഓക്കെ, യെസ്, ചില സമയത്ത് ഇങ്ങനെയും ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഓക്കെ, ചിലപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ചിലപ്പോൾ നൊബേൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ള ഒരാൾക്കാരുണ്ട്. അതായത് നമുക്ക് സാധാരണ അറിയാവുന്ന ഒരു കാര്യമാണ് E=mc². ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഐൻസ്റ്റീൻ്റെ ഒരു ഇക്വേഷനാണ് E=mc². അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷനാണ് E=hν. ഓക്കെ, ഇതെന്താണെന്നുള്ളത് നിങ്ങൾ അറിയേണ്ട, ഞാൻ എന്താ ഇവിടെ സംഭവിച്ചെന്ന് മാത്രം പറയാം. E=hν വരുന്നുണ്ട്. ഈ ന്യൂനെ നമുക്ക് hc/λ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഈ 2 ഇക്വേഷനും നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം വേറൊരാൾ നോക്കിയ സമയത്ത് E=mc² ആണ്, E=hν ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇത് ഈക്വൽ ടു ഇത് എന്ന് പറഞ്ഞു. ഓക്കെ, hc/λ എന്ന് പറഞ്ഞു. hc/λ mc² എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നോക്കിയ സമയത്ത് 2 സ്ഥലത്തും C ഉണ്ട്. ഈ C അങ്ങ് ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് C=h/mλ എന്ന് പറഞ്ഞു. ഈ ഇക്വേഷനും നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 3 ഇക്വേഷനും നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 3ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് m=hc/λ എന്നാണ്. ഓക്കെ, hc/λ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെയല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എൻ്റെ മാസ് കൂടും എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, യെസ്, ദാറ്റ്സ് നൈസ്. അപ്പോൾ ഇങ്ങനെ 3 പേർക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ബട്ട് ഐൻസ്റ്റീനെ സംബന്ധിച്ചിട്ട് E=mc² എന്ന് പറയുന്ന ഇക്വേഷനാണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലാണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, ബട്ട് നമുക്ക് പറയാം ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവന്ന ആൾക്കും നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഈ രണ്ട് ഇക്വേഷൻസ് കൊണ്ടുവന്ന ആൾക്കും നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഐൻസ്റ്റീന് E=mc² അല്ല സത്യത്തിൽ കിട്ടുന്നത്, അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്കാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ഒരു 10th ലെവലിൽ ഡിഗ്രി ലെവലിൻ്റെ ഫൗണ്ടേഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറേ കൂടെ ഡിഗ്രി ലെവലിലേക്ക് മാത്രമായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. തുടക്കത്തിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതിൽ ആദ്യത്തെ ഈ ഒരു ചോദ്യം, ഓക്കെ, ഒരു പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാൻ പറ്റുമോ? 42ാമത്തെ ആൻസർ യെസ്, സി ആണ്. വിസരണം എന്നും കൂടെ അതിനെ നമ്മൾ പറയുന്നുണ്ട്, പ്രകീർണനം അല്ലെങ്കിൽ വിസരണം എന്ന് പറയാറുണ്ട്. ഓക്കെ, വിസരണം അല്ലെങ്കിൽ പ്രകീർണനം എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസമാണ്. ഓക്കെ, ഇതിനടുത്തത് മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഓക്കെ, മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. മോസ്റ്റ് പ്രോബ്ലി ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിട്ടുണ്ടാവും. കാരണം ചോദ്യം ഇടുന്ന ആൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ ആയിരിക്കും. വിസരണം എന്നതും പ്രകീർണനം എന്ന് പറയുന്ന രണ്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രകാശത്തിൻ്റെ വിസരണം എന്ന് പറയുന്നതും പ്രകീർണനം എന്നും കൊടുത്തിട്ടുണ്ട്. ബട്ട് എനിവേ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആദ്യത്തെ ആൻസറിൽ വിസരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വിസരണം എന്ന് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, യെസ്, വിസരണം എന്നുള്ളത് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ സി ഓർ എ എന്നുള്ള രൂപത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് പല സമയത്ത് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആയിട്ട് പോകാറുള്ളത്. ഓക്കെ, യെസ്, അപ്പം ഇത് രണ്ടും പ്രീവിയസ് ഇയറിൽ ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ നോക്കുക, ബാക്കിയുള്ള അപവർത്തനവും പ്രതിഫലനവും അതുപോലെ തന്നെ പൂർണ്ണ ആന്തര പ്രതിഫലനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും ഒക്കെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ആയിട്ട് വന്നതുകൊണ്ട് ഇനി വരുന്ന എക്സാമുകൾക്ക് അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആക്കിയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ല. ഒരുവിധം ബേസിക് ലെവലുള്ള 10th ലെവൽ എക്സാമിനേഷനും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷനും ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇതിൽ നിന്ന് മാത്രമായിരിക്കും. ഇനി അതല്ലാതെ ഞാൻ പറഞ്ഞത് ലൈറ്റ് കഴിഞ്ഞു എന്നല്ല കേട്ടോ, നമുക്ക് ലെൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് വരണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പഠിക്കണം. അതോടെ വരുന്ന സമയത്ത് ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഒരു സെക്കൻഡ് പാർട്ട് ലെൻസുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ വരുന്നുണ്ടായിരിക്കും. അത് രണ്ടുമാണ് 10th ലെവൽ ക്ലാസ്സുകൾ. 10th ലെവൽ അല്ലെങ്കിൽ ഡിഗ്രിയുടെ ഫൗണ്ടേഷനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. 3rd ക്ലാസ് കുറേ കൂടെ കംപ്ലീറ്റ്ലി ഡിഗ്രി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറൻറ്റ് എക്സാമുകളായിരിക്കും ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരികയാണ്. അല്ലാതെ ഒരേ കണ്ടന്റ് തന്നെ, ഇതേ കണ്ടന്റ് തന്നെയാണ് എനിക്ക് ഡിഗ്രി ലെവലായാലും 10th ലെവലായാലും എടുക്കാനുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ വെറുതെ 2 ക്ലാസ് എടുക്കണ്ട, പൊതുവെ ക്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഹയർ ലെവൽ എന്ത് ചെയ്യാം, ഡിഗ്രിക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചതാണ്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പം നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഇഫ് പോസിബിൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, യൂട്യൂബിൽ നമുക്ക് ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അത് എനിക്കും എന്തായിരിക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീഡിയോ ലൈവിനെ സംബന്ധിച്ചിട്ട് ഞാൻ അതിൻ്റെ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ അതിൽ ആഡ് വരാത്ത രൂപത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ചിലപ്പം ഓക്കെ, താങ്ക് യു റഹ്മത്ത്. ഓക്കെ, അപ്പം ഞാൻ അതിന് മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് സെഷൻസിൽ ആഡ് ഒഴിവാക്കാറുണ്ട്. ആഡ് വരാത്തത് ചിലപ്പോൾ റെക്കോർഡിങ്സ് കാണുന്ന സമയത്ത് നിങ്ങൾ ആഡ് കാണുമായിരിക്കും. ബട്ട് ലൈവിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ആഡ് മാക്സിമം ഒഴിവാക്കാറുണ്ട്. എന്നാലും ബൈ ഡിഫോൾട്ട് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ആഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് യൂട്യൂബായിട്ട് ഇടുന്നതാണ്. ഏത് വീഡിയോ ആയി കഴിഞ്ഞാലും യൂട്യൂബ് അത് ആഡ് ഇടുന്നുണ്ടായിരിക്കും. കാരണം ലൈവ് ആകുന്ന സമയത്ത് ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും, അതുകൊണ്ടാണ്. യെസ്, ഓക്കെ, ഇന്ന് വന്നിട്ടില്ല. ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, തൽക്കാലം ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. റെസ്റ്റ് ഓഫ് ദ ക്ലാസ്സസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, താങ്ക് യു എവരി വൺ ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ.